കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടോ? സ്തോത്രം. ഇനി പ്രവർത്തിക്കാൻ ഒരു ഉഷാറ് കൂടിയല്ലേ? സ്തോത്രം. ശരിയല്ലേ? ഇപ്പൊ എന്തിനാ ഞാനിതൊക്കെ ചെയ്യണേന്ന് ഒരു ബോധം അകത്ത് വന്നു. ഇനി ശക്തി കൂടും, പഴയതുപോലെ ശക്തി കൂടും. പക്ഷേ ആ ശക്തിയുടെ സ്രോതസ് ദൈവമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മാനുഷികമായ വിൽപ്പവർ കൊണ്ടിട്ടൊന്നും കാര്യമില്ല. ചുമ്മാ ഇടിച്ച് തളർന്നിങ്ങ് തിരിച്ചു പോരും. പക്ഷേ ശക്തിയുടെ സ്രോതസ് ദൈവമായിരിക്കണം. അപ്പോൾ ദൈവം നിങ്ങൾ ഓരോരുത്തരും അത്ഭുതപൂർവ്വം ഉപയോഗിക്കാനിടയാകും. അത്ഭുതപൂർവമായിട്ട്. എസ്പെഷ്യലി മനസ്സിലാക്കിക്കോ, നിങ്ങളായിരിക്കുന്ന ചർച്ചിലല്ല അത്ഭുതങ്ങൾ വലുതായിട്ട് കാണുന്നേ, നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ. സ്തോത്രം. നിങ്ങൾ പോയി ഫലം കായ്ക്കാനാണ് പറഞ്ഞേക്കണേ. പോയി നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. സ്തോത്രം. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ആ നടക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ നടക്കുന്നേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ കണ്ടിട്ടില്ലത്. മനസ്സിലായോ? ജീവിതത്തിൽ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. നാളെ ദൈവം അനുവദിക്കുന്നേ സംസാരിക്കാൻ കഴിയാത്ത ഒരു പെങ്കുച്ച് സംസാരിക്കുന്നത് കാണാം. നിമിഷം കൊണ്ട്. അത് നടന്ന ഒറീസയുടെ ഒരു ബോർഡറിലാണ്. നിമിഷം കൊണ്ട് ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്പീക്ക് എന്ന് പറഞ്ഞു. സംസാരിച്ചില്ല. വാ വിളിച്ചു, നാക്കിനെ കെട്ടിക്കിടക്കാത്ത. അടുത്ത വാക്ക് മലയാളത്തിൽ പറഞ്ഞു, നാവഴിയട്ടെ. ഉടനെ നാവഴിഞ്ഞു, അത് സംസാരിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മളിലൂടെ ചെയ്യും. നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ കർത്താവ് നമ്മളിലൂടെ ചെയ്തിരിക്കും. സ്തോത്രം. നമ്മൾ വ്യക്തമായിട്ട് ആ പർപ്പസും ആ പ്ലാനും ഒക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ദൈവം നമ്മളിലൂടെ ചെയ്യും. അത്ഭുതകരമായിട്ട് ദൈവരാജ്യം നമ്മളിലൂടെ വ്യാപരിക്കുവാനായിട്ട് ഇടയാകും. നാളത്തെ ദിവസങ്ങൾ വലുത് പ്രതീക്ഷിക്കുക. ഇന്ന് കർത്താവിനോട് സംസാരിച്ചോ? സ്തോത്രം. കരങ്ങളൊരു കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ